7 bells. കണ്ടോ, സ്തേവാച്ചൻ പറഞ്ഞ പുസ്തകങ്ങളിലൊന്ന് ഇതാണ്. വേറെ ഉണ്ടാവും. ഇതാ ചാപ്പലിൽ മാഡം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന 7 bells. മാഡം ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷേ അവരിങ്ങനൊരാളെ സ്നേഹിച്ചിരുന്നു എന്ന് ഞാനും അറിയുന്നത് ഇപ്പോഴാണ്. സ്നേഹിച്ചിരുന്നു, ഒരുതരം ഡീപ്പ് പാഷൻ. ആ സംഗീത ഉപകരണം വായിക്കാൻ അറിയാവുന്ന ഒരാളെ മാഡത്തിൻ്റെ പപ്പ വില്യം ഇഗ്നീഷ്യസ് ആഗ്രയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ചിരുന്നു. മഹേശ്വരൻ എന്നായിരുന്നു അയാളുടെ പേര്. മാഡത്തിൻ്റെ പ്രബന്ധത്തിൽ നിന്ന് ഫാദർ എടുത്ത മഹേശ്വരം മാഡം സ്നേഹിച്ചിരുന്ന മഹേശ്വരം ഒരാളാണ്. അന്ന് മാഡത്തിന് 18 വയസ്സ്. 5 വർഷക്കാലം അയാൾ ഇവിടെ താമസിച്ചു. അവർ പരസ്പരം സ്നേഹിച്ചു. ഇഷ്ടമില്ലാതിരുന്നിട്ടും വില്യം ഇഗ്നീഷ്യസ് അവരുടെ വിവാഹം തീരുമാനിച്ചു. പക്ഷേ ആ വിവാഹം നടന്നില്ല. കണ്ടോ മഹേശ്വരൻ്റെ അന്നത്തെ കൈയക്ഷരം? ഏതോ സംഗീതത്തിലെ നൊട്ടേഷനുകൾ എഴുതിയതാണ്. ഫാദർക്കറിയാം, വിവാഹത്തിന് അച്ഛനമ്മമാരുടെ അനുഗ്രഹം വാങ്ങാൻ പോയ മഹേശ്വർ പിന്നെ തിരിച്ചു വന്നില്ലെന്ന് സ്തേവാച്ചൻ എന്നോട് പറഞ്ഞു. അയാൾ തിരിച്ചു വരുമെന്ന് മാഡം ഉറച്ചു വിശ്വസിച്ചു. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഭീതി തോന്നും. അപ്പോൾ സ്തേവാച്ചനടുത്തേക്ക് ഓടിച്ചെല്ലും. മഹേശ്വർ വരുമോ എന്ന് ചോദിക്കും. അയാൾ തിരിച്ചു വരുമെന്ന് സ്തേവാച്ചൻ മറുപടിയും പറയും. വർഷം കഴിയും തോറും ആ കാത്തിരിപ്പിൻ്റെ ശക്തിയും കൂടിക്കൂടി വന്നു. ഇന്നും ആ സപ്തസ്വരമണികളും തുടച്ചു വെച്ച് മാഡം അയാളെ കാത്തിരിക്കുന്നുവെന്ന് സ്തേവാച്ചന് നന്നായിട്ടറിയാം. ആ വേദന എന്നോട് പറഞ്ഞു തീർത്തിട്ട് സ്തേവാച്ചനും പോയി. സത്യം പറഞ്ഞാൽ സ്വന്തമെന്ന് പറയാൻ മാഡത്തിന് ഇപ്പോൾ ആരുമില്ല. അവർ തനിച്ചാണ്. അയാൾ എന്താ വരാഞ്ഞത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഒന്നുകിൽ അയാൾ വല്ല അപകടത്തിലും പെട്ടിരിക്കും, അല്ലെങ്കിൽ ആഗ്രയിൽ തന്നെ മറ്റൊരു വിവാഹം കഴിച്ച് ജീവിക്കുന്നുണ്ടാവും. എന്തോ എനിക്കറിയില്ല, അതവരുടെ കാര്യം. എനിക്ക് സന്തോഷം തരുന്നത് എത്രയോ വർഷം മുൻപ് മാഡം സ്നേഹിച്ചിരുന്ന ആ മനുഷ്യൻ്റെ ഇത്രയും കാലം മറ്റാരും കാണാതിരുന്ന ഈ കൈയക്ഷരമാണ്. ഇതെനിക്കൊന്ന് അതിൽ വായിക്കണം. മാഡം കേട്ടാ കേൾക്കട്ടെ. അപ്പോ നീയാണ് ഇതിനു മുമ്പ് അത് വായിച്ചതല്ലേ? ഇതുവരെ അത് വായിച്ചത് ഞാനല്ല. പക്ഷെ ഇനി ഇത് വായിക്കാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. സ്നേഹ, അത് പിടിക്കേ. ശബ്ദം കേട്ട് മാഡം വന്നാൽ പ്രശ്നമാവും. ഈ പണി നമുക്ക് വേണോ? ഇപ്പോഴേ പ്രശ്നത്തില്ല, ഇനി എന്ത് പ്രശ്നം? നീ സൂക്ഷിച്ചു വായിക്കേ. കേട്ടിട്ട് മാഡം വന്നാലും എന്നെ കാണണ്ട. ഞാനൊന്ന് മാറി നിൽക്കാം. ഈ കോമ്പോസിഷനാണ് ഞാൻ കേട്ടത്. എന്താ സാർ? നമുക്കൊരു സ്ഥലം വരെ പോകണം.
തനിക്കിന്റെ കണ്ണൂടെ ഗേറ്റ് എടുത്തിട്ടാണില്ലേ? തന്നോടാണ് ഇത് അടച്ചിടാൻ പറഞ്ഞ? ഇത്രയും വലിയ ഗേറ്റല്ലേ ഇത് തുറന്നിട്ടൂടെ? സാർ ഇത് കണ്ടോ? ഇങ്ങനെ ഒരു മുറിവ് പറ്റുന്ന തന്റെ ബഹളം കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ച ഇനി അതിനെ നോക്കി പേടിപ്പിച്ച് വലുതാക്കണ്ട. ഒരു സൈക്കിളിൽ നിന്ന് വീഴാൻ പോലും അറിഞ്ഞൂടാ. എന്തോ നീയാള് അവിടെ നിൽക്കണോ? എനിക്ക് മാഡത്തെ ഒന്ന് കാണണം. അതിന് കാറിൽ വന്നാലേ ഇവൻ ഗേറ്റ് തുറക്കൂ, സൈക്കിൾ വന്നാൽ തുറക്കൂല. നിങ്ങൾ വെറുതെ ബഹളം വെച്ചിട്ട് കാര്യമില്ല. അനുവാദം ഇല്ലാതെ ആരെ അകത്ത് കടത്തി വിടാൻ പറ്റില്ല പറഞ്ഞില്ലേ? എന്നാ താൻ പോയി അനുവാദം വാങ്ങിട്ട് വാ. ചാപ്പലി വന്ന് വായി തോന്നി വിളിച്ചു പറഞ്ഞ മാഡത്തോടെ വിശാൽ കൃഷ്ണമൂർത്തി വന്നു പറ, അവർ സമ്മതം തരും. ഇപ്പൊ അവരെ കാണാൻ പറ്റില്ല. താനാണോ പുല്ലേ തീരുമാനിക്കുന്നത്? ഈ സാറിനോട് മാഡം എന്തായി? മാഡം വിളിക്കും, വിശാലിനെ വിളിച്ചേ പറ്റൂ. സാർ താൻ ഈ മുറിവ് ഊരി തണുപ്പിച്ച് വിടേക്ക്. ഞാൻ മാഡത്തെ കണ്ടിപ്പോ വരാം. ഇടോ ടൈം കെട്ടി നോക്കിക്കാതെ കൊച്ചിന് മരുന്ന് വെച്ചു കൊടുക്കണം. ഇവിടെ വന്ന് കൽപ്പിക്കാനും എന്റെ ജോലിക്കാരെ ശാസിക്കാനും നിങ്ങൾ ആരാ? എനിക്ക് നിങ്ങളെ കാണണ്ട. നിങ്ങളോട് എനിക്കൊന്ന് സംസാരിക്കാനുമില്ല. നിങ്ങൾ പുറത്തു പോണം. പക്ഷെ എനിക്ക് സംസാരിക്കണമല്ലോ. അത് പറയാതെ പോയാൽ സ്തേവ അച്ഛൻ എന്നെ വഴക്ക് പറയും. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം അവസാനമായി സംസാരിച്ചത് എന്നോടാണ്. നിങ്ങൾക്ക് മാത്രമല്ല, അദ്ദേഹത്തെ എനിക്കും അറിയാം. അതുകൊണ്ടാണ് ഞാൻ സെമിത്തേരി വന്നത്. അവിടെ വെച്ച് എന്നെ ഇങ്ങനെ നിങ്ങൾ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നല്ലോ. മാഡം ആഞ്ചലിന ഇഗ്നേഷ്യസ്, ഒരു കാര്യം മനസ്സിലാക്കണം. എനിക്ക് നിങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല, അറിയാൻ താല്പര്യമില്ല. പക്ഷെ ഞാൻ ആരാണെന്നും എന്നെ എന്തിനായിരുന്നു ഈ കോളേജിൽ നിന്ന് പുറത്താക്കിയെന്നും നിങ്ങൾ അറിഞ്ഞേ പറ്റൂ. ചാപ്പലിനകത്ത് ആ സംഗീത ഉപകരണം തുടച്ചു വെച്ച് ഈ കാലം മുഴുവൻ നിങ്ങൾ ഒരാളെ കാത്തിരിക്കുകയായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. പഠിക്കുന്ന കാലത്ത് ഞാനത് വായിച്ചു എന്ന് പറഞ്ഞ് ബഹളം വെച്ച് നിങ്ങൾ എന്നെ പുറത്താക്കി. അന്നും ഇതായിപ്പോഴും ഞാനല്ല അത് വായിച്ചത്. എനിക്കത് നേരാവണ്ണം വായിക്കാൻ അറിയില്ലെന്ന് എൻ്റെ കൂടെ വന്ന് സ്നേഹിക്കും അറിയാം. കള്ളം പറയുന്നോ? നിങ്ങളത് വായിച്ചത് ഞാൻ കേട്ടില്ലേ? അതിൽ കയറി ഇരിക്കുന്നത് കണ്ടില്ലേ? മതി, മാഡം കണ്ടു, ഞാനിരുന്നു, രണ്ട് ശരിയാണ്. എന്നാ നിങ്ങൾ കേട്ടത് ഇതല്ലേ? ഇത് ഞാൻ എഴുതിയതാണോ? ഇതെങ്ങനെ? എവിടുന്ന്? ഇപ്പോ നിങ്ങളുടെ കയ്യിൽ ഇതാരുടേതാണെന്ന് എനിക്കറിയാം. ഈ സംഗീതമല്ലേ നിങ്ങൾ കേൾക്കുന്നത്? എന്നെങ്കിലും ഒരിക്കൽ അയാൾ വന്ന് ചാപ്പലിനകത്ത് ആ സംഗീത ഉപകരണം വായിക്കുന്നത് കേൾക്കാനല്ലേ നിങ്ങളിങ്ങനെ കാത്തിരിക്കുന്നത്? പ്രിൻസിപ്പൽ അച്ഛൻ നിർബന്ധിച്ചിട്ടാണ് ഞാനിവിടെ വീണ്ടും വന്നത്. അല്ലാതെ നിങ്ങളോട് പക വീട്ടാനൊന്നുമല്ല. ഫാദർ എഴുതിയ ഒരു കഥ അവരുടെ പ്രോഗ്രാമിന് വേണ്ടി ഞാൻ ഏറ്റെടുത്തപ്പോൾ എങ്ങനെയാണെന്നറിയില്ല, എന്നിലൂടെ അത് മാറാൻ തുടങ്ങി. അത് എങ്ങനെ സംഭവിക്കുന്നു എന്നെനിക്കറിയില്ല, അങ്ങനെ സംഭവിക്കുന്നു. ഫാദർ എഴുതിയ കഥയിലെ നായിക തിരിച്ചു വരാത്ത കാമുകനെ കാത്തിരിക്കുന്ന ഒരു കാമുകയാണ്. മേരി എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്. തുടക്കം അവിടെ നിന്നുമായിരുന്നു. എങ്ങനെയോ മേരിയുടെ സ്ഥാനത്ത് എനിക്ക് മറ്റൊരു പേര് കിട്ടി. എന്ത് പേര്? അതാ സംഗീതത്തിലുണ്ട്. അലീന അലീന. എത്രയോ വർഷത്തെ പ്രണയത്തിന് ശേഷം വിവാഹസമ്മതം വാങ്ങാൻ പിരിഞ്ഞുപോയ കാമുകൻ തിരിച്ചു വരാതെ തൻ്റെ കാമുകിയെ വിളിക്കുകയാണ്. എന്റെ മഹേശ്വർ ഇവിടെ വരും. ആ സപ്തസ്വരമണികൾ വായിക്കും. എന്നെ ഇത്രയും കാലം തനിച്ചാക്കിയതിന്റെ കാരണം എന്നോട് പറയും. എനിക്കത് കേൾക്കണം. അത് നിങ്ങളുടെ കഥ. അതിന് എന്നെ എന്തിനു കഷ്ടപ്പെടുത്തി? എന്റെ പഠിത്തം എന്തിനു നശിപ്പിച്ചു? എന്നെ എന്തിനു ഇവിടെ നിന്ന് പുറത്താക്കി? ഇപ്പോഴും പറയുന്നു, അന്നും ഇന്നും ഞാനല്ല അത് വായിച്ചത്, മറ്റാരോ ആണ്. മറ്റാരോ. അത് അയാളുടെ കൈയക്ഷരമല്ലേ? ആ സംഗീതമല്ലേ നിങ്ങൾ കേൾക്കാറ്? മറ്റാർക്കും അറിയാത്ത ആ സംഗീതം ഞാൻ എങ്ങനെ വായിക്കുന്നത്? ശരിയാണ്. ഇത് നിങ്ങൾക്കറിയില്ല. Oh God. ദൈവമേ, ഞാൻ എന്താ അങ്ങനെ ചിന്തിച്ചില്ല?
മാപ്പ്. എനിക്ക് മാപ്പ് തരണം. നഷ്ടപ്പെടുത്തിയ ജീവിതം എങ്ങനെ തിരിച്ചു തരണമെന്ന് എനിക്കറിയില്ല. തെറ്റ് ചെയ്തു. ഞാൻ നിങ്ങളോട് തെറ്റ് ചെയ്തു. എന്ത് പ്രായശ്ചിത്തവും ചെയ്യാം. വീണ്ടും പഠിക്കാനുള്ള സൗകര്യം ചെയ്തു തരാം. അല്ലെങ്കിൽ ഇവിടെ ഒരു ജോലി തരട്ടെ. ചോദിച്ചോളൂ. കുറെ പണം തരട്ടെ. അല്ലെങ്കിൽ പറഞ്ഞതൊക്കെ ശരിയാണ്. ഞാൻ കാത്തിരിക്കുകയാണ് എൻ്റെ മഹേശ്വരന്. പക്ഷേ ഈ കൈയക്ഷരം മഹേശ്വരൻ്റെതല്ല. ഇത് ഞാൻ എഴുതിയതാണ്. മഹേശ്വർ പാടിത്തന്നു, ഞാൻ എഴുതിയെടുത്തു. അവിടെ മാത്രം നിങ്ങൾ പറഞ്ഞത് തെറ്റിപ്പോയി. എനിക്ക് തെറ്റിയിട്ടില്ല മാഡം. ഇത് മഹേശ്വരൻ്റെ കൈയക്ഷരമല്ല എന്ന് എനിക്കറിയാം. ഈ കൈയക്ഷരം അദ്ദേഹം കണ്ടിട്ടില്ല. മഹേശ്വരന് കാഴ്ചയില്ലായിരുന്നു. ആര് പറഞ്ഞു? മഹേശ്വരന് നിങ്ങളെക്കാൾ കാഴ്ചയുണ്ടായിരുന്നു. അദ്ദേഹം കാണാത്തതായി ഈ ലോകത്ത് ഒന്നും തന്നെ ഇല്ല. ഇത് സ്നേഹത്തിൻ്റെ ഭാഷയാണ് മാഡം. ഇത് മറ്റുള്ളവർ വിശ്വസിക്കില്ല. എന്നും എവിടെയും സത്യം മാത്രമേ പറയാവൂ. എന്നാലേ ഇത്രയും വർഷമായി കാത്തിരിക്കുന്ന നിങ്ങളോട് എന്തുകൊണ്ട് തിരിച്ചു വന്നില്ലെന്ന് മഹേശ്വരന് പറയാൻ കഴിയൂ. ഞാനാണ് മാഡത്തെ വിളിച്ചത്. മാഡം മാഡം മാഡം